ദരിദ്രനായ രാജാവ്. ഇസ്രായേലിന്റെ രാജാവായി ജനിച്ച ഉണ്ണിയേശു. അവന്റെ ജന്മഗ്രഹം കാലിത്തൊഴുത്ത്, പള്ളിമെത്ത ഉൾത്തൊട്ടി. മഞ്ഞു പെയ്യുന്ന രാവിൽ ശൈത്യമകറ്റാൻ വൈക്കോലും പിള്ളക്കച്ചകളും. രാജാവിന് കാവൽ നിൽക്കാൻ നാൽക്കാലികൾ, പരിചാരകരായി ആട്ടിൻകുട്ടികൾ. എളിയവരിൽ എളിയവനായി, ദരിദ്രരിൽ ദരിദ്രനായി അവിടുന്ന് പിറന്നു. മണ്ണിന്റെ വേദനകളും ദുഃഖങ്ങളും പരാധീനതകളും ജനന നിമിഷം മുതൽ അവന്റെ സ്വന്തം. ജനന അറിയിപ്പ് ലഭിച്ചത് അവഗണിക്കപ്പെട്ടവരായ ആട്ടിടയർക്ക്. യേശുവിന്റെ ജീവിതം മുഴുവൻ പാവപ്പെട്ടവരോട് കൂടെയായിരുന്നല്ലോ. വിധവയുടെ ചില്ലിക്കാശിന് അവിടുന്ന് വലിയ വില കൽപ്പിച്ചു. ധനവാന്റെയും ലാസറിന്റെയും കഥയിലൂടെ അമിത സമ്പത്ത് പാവങ്ങൾക്ക് പങ്കുവെക്കാതിരുന്നാൽ വരാവുന്ന ദുരന്തത്തെ വ്യക്തമാക്കി. ഭൂമിയിൽ നിക്ഷേപം കരുതി വെക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകി. പ്രിയമുള്ളവരെ, ദരിദ്ര വിഭാഗത്തെ ഉദ്ധരിക്കുവാനുള്ള ക്രിയാത്മക പദ്ധതികൾക്ക് രൂപം കൊടുക്കുകയും അവരുടെ ക്ഷേമം പ്രഥമ മുൻഗണനയായി വരികയും ചെയ്യുന്നില്ലെങ്കിൽ യേശുവിലുള്ള വിശ്വാസവും ആദരവും വെറും കാപട്യമായി തീരും.